ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രക്കും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഈ സ്റ്റിച്ചിൽ ഒരു അടിപൊളി പേരും കൂടിയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത എംബ്രോയിഡറീൻ്റെ ABCD അറിയാത്ത ആൾക്കാർക്ക് പോലും സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മാതിരി സ്റ്റിച്ചാണ്. നിങ്ങൾ കണ്ടോ? ഞാനിതാ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു തുണിയിൽ ഇങ്ങനെ വരക്കുക ചെയ്തത്. ഞാൻ ചുരിദാറിൻ്റെ അകത്തൊന്നും ചെയ്യലില്ലപ്പാ. എനിക്ക് പിന്നെ തുണിയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാതെ വിചാരിച്ച് ഇതേ രീതിയിൽ ഒരു ബോർഡ് നെക്ക് പോലെ വരച്ചു വെച്ചിട്ട് അതിൻ്റെ താഴെ 1 ഇഞ്ച് പോരെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര പോരെ അളവിൽ നെക്ക് ഡിസൈൻ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തു. നിങ്ങൾ സ്കെയിലിൽ അളന്നിട്ടൊക്കെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊക്കെ വേണം വരക്കാൻ വേണ്ടിയിട്ടേ. ഇതാ നമ്മൾ 2 കളറിൽ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ എടുത്തിട്ടുണ്ട്, ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അമ്മാതിരി യെല്ലോ കളറാണ് കേട്ടോ. ഇത് നല്ല കത്തുന്ന പോലത്തെ കളറ്. ഇതിൻ്റെ അകത്തേക്ക് നീഡിലിൻ്റെ അകത്തേക്ക് ഞാനിതാ ബ്രൗൺ കളർ ത്രെഡ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. 6 ഇഴകളായിട്ട് തന്നെ നമുക്ക് എടുത്ത് ചെയ്താൽ മതിയേ. ഇനിയിപ്പോൾ 3 വേണ്ടിക്കൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നീഡിലിൻ്റെ അകത്ത് കോർത്തിട്ട് ഇതിൻ്റെ എൻഡിൽ ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ത്രെഡ് നീഡിലിൻ്റെ അകത്ത് എടുക്കുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആദ്യത്തെ ക്ലാസ്സൊക്കെ കാണണേ നിങ്ങൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താഴേന്ന് നീഡിൽ കുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് അടുപ്പിച്ച് കൊടുക്കാം, വിട്ടിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നീഡിലിതാ ഈടുന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ വീണ്ടും ഈടന്ന് കുത്തിയിട്ട് ആ ഒരു നടുക്കത്തേക്ക് തന്നെ താഴ്ത്തി കൊടുത്ത് ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നക്ഷത്രം പോലെ തോന്നും, കണ്ടല്ലോ നിങ്ങൾ. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം? സിമ്പിളായിട്ട് 1 2 3 4 5 ഇത് വരുന്ന 5 എണ്ണം വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുത്ത് 5ഓ 6ഓ ചെയ്യാം. അതിനൊന്നും സീനില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാണ് നമ്മളെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ച്. ട്രഡീഷണൽ എംബ്രോയിഡറീൻ്റെ അകത്ത് ഉള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ഇതിനൊരു അടിപൊളി നല്ലൊരു പേരും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തന്നെ ചോദിക്കണം. നിങ്ങളുടെ അടുത്ത് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ചെയ്യലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട, ഇതിൻ്റെ പേര് പറയണ്ടെന്ന് വിചാരിച്ച്. വേണ്ടിക്കൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ. അറിയേണ്ട പേരാണ്, നല്ലൊരു പേരാണ്. നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഒരു പേരാണ് ഇതിനുള്ള. ഞാനിതിങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഇതിനെപ്പറ്റി വിവരിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ഈ 5 സ്റ്റാർ പോലെ വരുന്നതിനെ പറ്റി ഞാൻ എന്തെന്നാ പറയണ്ടേ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാമല്ലോ. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് കൊണ്ട് ഒരു ഫാബ്രിക്കിൽ ഇങ്ങനെ നെക്ക് ഷേപ്പ് വരച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരില്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് നെക്ക് ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്യുക, ഷേപ്പൊക്കെ വരക്കുക. ഒന്നും കൂട്ടാനും കുറക്കാനും ഇല്ല. 3 ഇഞ്ചാണ് വിടുത്തെങ്കിൽ അത് മാർക്ക് ചെയ്യുക. അതൊക്കെ അതേ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഷേപ്പൊക്കെ വരച്ചിട്ട് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അത് പോയിട്ട് കാണണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റിപ്പോവും, തെറ്റിക്കൊളായിപ്പോയി നമ്മൾ നല്ല തുണിയൊക്കെ ആണെങ്കിൽ വേസ്റ്റ് ആയി പോയില്ലേ. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്ത ചുരിദാറിലാണെങ്കിൽ നമുക്ക് തെറ്റാനൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തന്നൂടെ? നിങ്ങൾ മറന്നു പോവാണ്ടൊന്ന് ലൈക്ക് ബട്ടൺ ഞെക്കി വെക്കണം കേട്ടോ. എന്നാൽ ശരി, ഞാനിത് അങ്ങത്തോളം ചെയ്തു കൊടുക്കട്ടെ കേട്ടോ. നിങ്ങൾ നോക്കേ.
ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തുന്നിയ പോലെയല്ല, വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ചിത്രം വരച്ച പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഓരോ ഉറുമ്പ് വന്നിട്ട് നോക്കിയാട്ടെ നിങ്ങൾ യൂട്യൂബിൽ കയറാൻ വേണ്ടി വന്നേന്ന് തോന്നുന്നു. നോക്കിയാട്ടെ പോകുന്നില്ല, പോയിപ്പിച്ചിട്ടൊന്നു. ഇവന് ഇവിടെ തന്നെ നിൽക്കാനാ താല്പര്യം തോന്നുന്നു. യൂട്യൂബിലേക്ക് തന്നെ കയറാൻ വേണ്ടിയിട്ട് വന്നതാ ഇവൻ. ഇത്ര പോലെ ചെയ്ത് താഴെ ഭാഗത്ത് കെട്ടൊക്കെ ഇട്ടിട്ട് നൂല് മാറ്റി കേട്ടോ. ഞാൻ ഇനി യെല്ലോ കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇത് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ സ്റ്റിച്ച് തന്നെ ചെയ്യാം. കുഞ്ഞായിട്ട് ചെയ്യുക കേട്ടോ, കുറച്ച് ചെറുതായിട്ട് ചെയ്താൽ മതി. നമ്മൾ ഇതേ രീതിയിൽ ചെറുത് ചെയ്യുമ്പോൾ പല കളറിൽ ത്രെഡ് എടുത്തിട്ട് ചെയ്ത് കൊടുത്താലും നല്ല രസമുണ്ടാവും. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ആ ഒരു മോഡലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഞാനിതാ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ നെക്കിൻ്റെ വരച്ച് അത് ഫുള്ളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് ഇതേ രീതിയിൽ ചെയ്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞില്ലേ, സിമ്പിളായിട്ടുള്ള വർക്കാണ് ചെയ്യുന്നതെന്ന്. സിൽവർ കളറിലുള്ള കുഞ്ഞു ബീഡ്സ് നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം ഉണ്ടാവും ചെയ്യും. അതൊന്ന് തിളങ്ങും അവിടുന്ന്, പിന്നെ സിമ്പിളും ആയിരിക്കും, ഒരു രസം ഉണ്ടാവും. ഞാനിതാ ത്രെഡ് എടുത്തിട്ടുണ്ട്, 2 ത്രെഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആങ്കർ ത്രെഡ് തന്നെ എടുത്തത്. നീഡിൽ നമ്മളെ ബീഡ്സിനകത്ത് പോകുന്ന രീതിയിലുള്ള കുഞ്ഞ് നീഡിൽ നോക്കിയിട്ട് എടുക്കണേ. ഇതേ രീതിയിൽ കുത്തിയിട്ട് അതിൻ്റെ അകത്തൊരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തണം കേട്ടോ. നൂല് കാണാത്ത രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബ്രൗൺ കളർ ത്രെഡ് തന്നെയാണ് എടുത്തേ. ഇതേ രീതിയിൽ ഞാൻ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എൻ്റെ ത്രെഡ് ഇവിടെ കുടുങ്ങി. ഞാൻ ഇത് അയച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയല്ലോ കൂടുതൽ പണി കിട്ടിയിട്ടില്ല എനിക്ക്. ഇതേ രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. നൂല് കെട്ടായി പോയി കഴിഞ്ഞാൽ അത് ഇളക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട്. കുഞ്ഞു പിള്ളേരെ ഫ്രോക്കിൻ്റെ മുകളിലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല രസം ഉണ്ടാവും. ബോർഡറിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഡിസൈൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോൻ്റെ അകത്ത് കാണുമ്പോൾ അത്ര രസം തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ഫ്രോക്കിലൊക്കെ ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അവിടെ ബീഡ്സ് വരുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിളങ്ങുന്നതുകൊണ്ട് ഒരു രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ബീഡ്സ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടുപ്പിച്ച് വേണ്ടിക്കൽ അങ്ങനെ ചെയ്യാം, വിട്ടിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബീഡ്സൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് കണ്ടാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ രസത്തിൽ വരും. നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഫുള്ള് ചെയ്യുന്നില്ല, അപ്പം എനിക്ക് മടി വന്നു പോയി. ഇത് ചുരിദാറിലൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിപ്പോൾ ഫാബ്രിക്കിൻ്റെ അകത്ത് ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക. ഞാൻ ഇങ്ങനെ ബീഡ്സൊക്കെ ഇട്ട് കാണിച്ചു തരേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നോക്കിയാട്ടെ. ലോക്കൽ വർക്കായി പോയോ? നിങ്ങൾ എന്തെന്നായാലും കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം. ലോക്കലായാലും ശരി, നല്ല രസമുണ്ടെങ്കിലും ശരി, എന്തായാലും പറയണേ. അതുപോലെ നിൻ്റെ പേര് അറിയണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തന്നെ ചോദിക്കണം, അല്ലാണ്ട് ഞാൻ എന്തായാലും പറയൂല കേട്ടോ. നല്ല പേരാണ്. കണ്ട നമ്മളെ ഈ ഒരു വർക്ക് വരുന്നത് യെല്ലോ കളർ ത്രെഡൊക്കെ എടുത്തോട്ട് നല്ല രസമുണ്ട്. ശരി, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരണേ, കമൻറ്റും ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ എന്തായാലും റിപ്ലൈ തരുവേ. എന്നാൽ പിന്നെ ശരി, വേറെ നല്ല ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ബായ്.